ദേവൂസ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നാം സാധാരണയായി ബുദ്ധിമാന്മാരായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ മിടുക്കന്മാരായി കണക്കാക്കുന്നത് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പഠിച്ച് ഉയർന്ന നിലയിലെത്തിയവരെയൊക്കെ ആയിരിക്കും. പഠനത്തിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ മികവ് കാണിക്കുന്നവർ ബുദ്ധിമാന്മാർ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിബുദ്ധിയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ബുദ്ധിശക്തിയിൽ ഉയർന്നു നിൽക്കുന്നവരുടെ പ്രത്യേകതകൾ നോക്കിയാൽ അവയൊക്കെ വളരെ വിചിത്രങ്ങളായ കാര്യങ്ങളായി നമുക്ക് തോന്നിപ്പോകും. ലോകത്ത് ബുദ്ധിശക്തിയിൽ മികച്ചു നിൽക്കുന്നവരുടെ വൈചിത്രങ്ങളായ ചില പ്രത്യേകതകളാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുതകളാണ് ഒരു വ്യക്തിയുടെ അതിബുദ്ധിശക്തിക്ക് നിദാനമായതെന്ന് നമുക്ക് നോക്കാം. മടി. അതിബുദ്ധിമാന്മാരുടെ ഒരു പ്രത്യേകതയാണ് അലസത അല്ലെങ്കിൽ മടി. ഏറിയ സമയവും അവർ തങ്ങളുടേതായ ചിന്തകളിൽ മുഴുകി കഴിയുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പലപ്പോഴും പ്രവൃത്തികളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനെക്കുറിച്ചായിരിക്കും ഇവരുടെ ചിന്തകൾ മുഴുവനും. കൂടുതൽ എളുപ്പമുള്ള മാർഗങ്ങളിലൂടെ എങ്ങനെ ക്രിയേറ്റീവ് ആകാം എന്നതായിരിക്കും മിക്കപ്പോഴും ഇവരുടെ പ്രധാന ചിന്ത. അതുമാത്രമല്ല, ഈ കൂട്ടർ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. കഴിവതും മറ്റുള്ളവരിൽ നിന്നും അകന്നിരിക്കാനായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക. പലപ്പോഴും സാമൂഹികമായി അകന്നു കഴിയുന്നവരുമാണ് അതിബുദ്ധിശക്തിയുള്ള പലരും. മാത്രമല്ല, അതിബുദ്ധിമാന്മാരിൽ അധികം പേരും അധികം സംസാരിക്കാത്തവരുമായിരിക്കും. മറവി. അതിബുദ്ധിമാന്മാരുടെ മറ്റൊരു ലക്ഷണമാണ് മറവി. പലപ്പോഴും നിസ്സാരങ്ങളായ പല കാര്യങ്ങളുമായിരിക്കും ഇവർ മറക്കുന്നത്. കാരണം ക്രിയേറ്റീവായുള്ള പല ചിന്തകളും മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനാൽ സാധാരണമായ മിക്ക കാര്യങ്ങളും ഇവർ ഓർക്കാറില്ല എന്നതാണ് സത്യം. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനിടയിൽ പ്രസക്തമല്ലാത്ത പല കാര്യങ്ങളും ഇവരുടെ മനസ്സിലേക്ക് എത്തുകയില്ല എന്നതാണ് ഇവരുടെ മറവിക്ക് കാരണം. അതുപോലെ സ്വയം സംസാരിക്കുക എന്നതും അതിബുദ്ധിയുടെ മറ്റൊരു ലക്ഷണമായി കണക്കാക്കുന്നു. എന്നാൽ നാം പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങളാണെന്നാണ് കരുതാറ്. എന്നാൽ ഇത് അതീവ ബുദ്ധിയുടെ പ്രത്യേകതയായി ശാസ്ത്രം വിലയിരുത്തുന്നു. അടുക്കും ചിട്ടയുമില്ലായ്മ. അടുക്കും ചിട്ടയുമില്ലായ്മ എന്നതും അതിബുദ്ധിയുടെ മറ്റൊരു ലക്ഷണമാണ്. ഇത്തരക്കാരുടെ പഠനമേശയും മുറിയുമൊക്കെ പുസ്തകങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വാരി വലിച്ചിട്ടും സാധനങ്ങൾ ക്രമം തെറ്റിക്കിടന്നുമൊക്കെയാണ് സാധാരണ കാണപ്പെടാറ്. ബുദ്ധിശക്തിയാൽ പ്രശസ്തരായ പല വ്യക്തികളും വ്യക്തിജീവിതത്തിൽ അടുക്കും ചിട്ടയുമില്ലാത്തവരാണെന്നത് ശ്രദ്ധേയമാണ്. എല്ലായ്പ്പോഴും നാനാവിധ ആശയങ്ങളുമായി നടക്കുന്നതിനാൽ തന്നെ നിത്യജീവിതത്തിലെ പല കാര്യത്തിലും ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് കാരണം. വിചിത്രമായ ഹോബികൾ. അതീവ ബുദ്ധിയുള്ള ആളുകൾ പലരും വിചിത്രങ്ങളായ പല ഹോബികൾ ഉള്ളവരുമായിരിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഉപയോഗശൂന്യമായ സാധനങ്ങളും വസ്തുക്കളും സൂക്ഷിക്കുന്നവരായിരിക്കും ലോകത്ത് ബുദ്ധിശക്തിയിൽ ഏറി നിൽക്കുന്ന പലരും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജിജ്ഞാസ. അതിബുദ്ധിമാന്മാർ എല്ലായ്പ്പോഴും അടങ്ങാത്ത ജിജ്ഞാസയുള്ളവരായിരിക്കും. ഒരു കാര്യത്തിലും ഇവർ പൂർണ്ണമായും സംതൃപ്തരായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം. എല്ലായ്പ്പോഴും പുതിയ പുതിയ കാര്യങ്ങളിൽ അറിവ് നേടുവാൻ അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ അവർ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും കിട്ടാവുന്നിടത്തോളം അറിവ് സമ്പാദിക്കുകയും ചെയ്യും.
അതിബുദ്ധിയുടെ മറ്റൊരു വിചിത്രമായ ലക്ഷണമായി പറയുന്നത് പൂച്ച സ്നേഹമാണ്. ലോകത്തിലെ അതിബുദ്ധിമാന്മാരിൽ പലരും വലിയ പൂച്ച സ്നേഹികളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ബുദ്ധിജീവികൾ ഏറെ പേരും ഇഷ്ടപ്പെടുന്ന ജീവി പൂച്ചയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ശാസ്ത്രലോകത്തിൻ്റെ അഭിപ്രായത്തിൽ നായകളെക്കാൾ അധികം പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവർ കൂടിയ ബുദ്ധിശക്തിയുള്ളവരാണെന്നാണ്. അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കം കുറവ് അല്ലെങ്കിൽ രാത്രി സമയം കൂടുതൽ ഉണർന്നിരിക്കുക എന്നത് അതിബുദ്ധിശക്തിയുടെ മറ്റൊരു ലക്ഷണമായി പറയുന്നു. കാരണം എല്ലായ്പ്പോഴും നൂതന ആശയങ്ങൾ മനസ്സിൽ അടിഞ്ഞുകൂടുന്നതിനാൽ തന്നെ രാത്രി സമയം ഇവർക്ക് ഉറക്കം കുറവായിരിക്കും. അതിബുദ്ധിമാന്മാരുടെ മറ്റൊരു ലക്ഷണമായി പറയുന്നത് ഇവർ മറ്റുള്ളവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നതാണ്. വായിക്കുന്നതും കേൾക്കുന്നതുമായ പല കാര്യങ്ങളെയും പൂർണ്ണമായും വിശ്വസിക്കുന്നവരല്ല അതിബുദ്ധിമാന്മാർ. എല്ലാ കാര്യങ്ങളുടെയും കാര്യകാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അതീവ ബുദ്ധിയുള്ളവർ എല്ലായ്പ്പോഴും സാധാരണ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകുന്നവരും സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. എല്ലായ്പ്പോഴും തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുന്നവരും ഈഗോ പ്രകടിപ്പിക്കാത്തവരുമായിരിക്കും അതിബുദ്ധിമാരിൽ ഏറെപ്പേരും. ഇതുകൂടാതെ അതിബുദ്ധിയുള്ള ആളുകൾ ഏതൊരു പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്തുന്നവരായിരിക്കുമെന്നതാണ്. എത്ര സമയമെടുത്തും അവർ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും ദിവാസ്വപ്നത്തിൽ മുഴുകി കഴിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ബുദ്ധിശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നവർ. കണ്ടെത്തിയ വിചിത്രമായ മറ്റൊരു കാര്യം, ബുദ്ധിശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിബുദ്ധിയുള്ളവർ കുളിക്കാൻ ഇഷ്ടപ്പെടുന്നത് തണുത്ത വെള്ളത്തിലായിരിക്കുമെന്നുള്ളതാണ്. തണുത്ത വെള്ളത്തിലെ കുളി തലച്ചോറിനെയും ബുദ്ധിയെയും കൂടുതൽ ഉണർത്തുമെന്നുള്ളതിനാലാകാം അവർ ഇപ്രകാരം ചെയ്തതെന്ന് വേണം കരുതാൻ. പലപ്പോഴും മറ്റുള്ളവരുമായുള്ള വാദപ്രതിവാദങ്ങളിലൂടെ കൂടുതൽ അറിവ് നേടിയെടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിബുദ്ധിമാന്മാർ. മറ്റുള്ളവരുടെ ഭാഗം കൂടി കേട്ടിട്ട് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങളും അറിവുകളുമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയായിരിക്കും അവർ ഇത്തരത്തിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ കൂട്ടർ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ അതിനു വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നവരായിരിക്കും. ഏറ്റെടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാണ് അതിബുദ്ധിമാന്മാർ. പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നത് പോലെ തന്നെ വെറുതെ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നവരുമാണ് അതിബുദ്ധിയുള്ള പലരും. പല പ്രശ്നങ്ങളെയും ഇവർ ചിലപ്പോൾ വല്ലാത്ത സങ്കീർണത ഉള്ളതാക്കി മാറ്റാറുമുണ്ട്.